പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ നാളുകളിൽ എൻ്റെ പല വീഡിയോകളും കണ്ടവർ എന്നോട് ചോദിക്കുന്നു, അച്ഛൻ പറഞ്ഞൊക്കെ ശരിയാണ്, പഞ്ഞം, പട, വസന്ത ഇവ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും വർദ്ധിക്കും. അതുപോലെ സഭ വിരോധികൾ, സഭയെ നശിപ്പിക്കാൻ നോക്കിയിരിക്കുന്നവർ ഏറെ. സഭ എല്ലായിടത്തും ഞെരുക്കപ്പെടുന്നു, കേരളത്തിലും ഞെരുക്കപ്പെടുന്നു, ഇനിയും കൂടുതൽ ഞെരുക്കപ്പെടും. ഈ വെളിച്ചത്തിൽ അച്ഛന് ഞങ്ങളോട് എന്താണ് ഉപദേശമായിട്ട് പറയാനുള്ളത്? അത് 80 വയസ്സുകാരനായി എനിക്ക് ഈ വയസ്സാം കാലത്ത് ചില ഉപദേശങ്ങളൊക്കെ പറയാനുള്ളത് ആത്മാവ് തോന്നിക്കുന്നത് ഞാൻ മക്കളുമായി പങ്കുവയ്ക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഉറച്ച് തീരുമാനമെടുക്കണം. ഒന്ന്, വ്യക്തിപരമായ പ്രാർത്ഥന. പിന്നെ അനുദിന ബലിയിൽ കഴിവതും സംബന്ധിക്കുക. അതുപോലെ തന്നെ വീട്ടിൽ പ്രാർത്ഥിക്കുക, ഒന്നിച്ചു ചേർന്ന്. അവിടെ മാതാവിൻ്റെ ഭക്തിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാതാവിൻ്റെ മധ്യസ്ഥം നിങ്ങൾക്ക് കൂടിയേ തീരൂ. വചനം വായിച്ച് ധ്യാനിക്കുക. പിന്നെ ദാനധർമ്മങ്ങൾ പാവങ്ങൾക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുക. അതുപോലെ സഹനങ്ങളെ സന്തോഷത്തോടെ അഭിമുഖീകരിക്കുക. പെരുപെരുക്കാറ് ഈശോ ദാനമായി കണ്ടുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ അത് പറയുകയുണ്ടായി. അങ്ങനെ പെരുപെരുക്കാത്ത, കുറ്റപ്പെടുത്താത്ത ഒരു നല്ല മനോഭാവം, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം, ഫിലിപ്പിയർ 2-ാം അധ്യായം 5 പറയുന്ന പോലെ താഴ്ന്ന എളിമയും ശാന്തതയുമുള്ള ഒരു മനോഭാവം. അതുകൊണ്ട് നമ്മൾ പണ്ടേ പ്രാർത്ഥിക്കുകയില്ലേ, ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലാക്കണമേ. ഇനി പ്രായോഗികമായിട്ട് എനിക്ക് ചെറിയ ഉപദേശം പറയാനുള്ളത്, പ്രാർത്ഥന ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ചെറിയ കൂട്ടായ്മകൾ, സെല്ലുകൾ ഉണ്ടാകട്ടെ. വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ കരിസ്മാരി പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്, ആയിരക്കണക്കിനും നൂറുകണക്കിനും ആളുകൾ ഒന്നിച്ചുകൂടി വലിയ ഉച്ചത്തിൽ സ്തുതിച്ച് സ്തോത്രവും കൈയടിക്കുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നടത്തിക്കൂ. അത് കുഴപ്പമില്ല, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാനും അതൊക്കെ പ്രോത്സാഹിപ്പിച്ച നാളുകൾ ആണ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് കൊച്ചു സെല്ലുകൾ. ഉദാഹരണമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ഉള്ള ഒരു സെല്ല്. ഭാര്യ മാത്രമല്ല, ഭർത്താവ് മാത്രമല്ല, ഭർത്താവിനെ ഉപേക്ഷിച്ചാളുമല്ല, ഭാര്യ ഉപേക്ഷിച്ചാളുമല്ല. രണ്ടുപേരും നല്ലപോലെ ദമ്പതികളുടെ ജീവിതം കഴിക്കുന്നവർ. കുറച്ചുള്ളായിരിക്കാം, 4 ദമ്പതികളായിരിക്കാം, 3 ആയിരിക്കാം. കൊച്ചു ഗ്രൂപ്പ് വലുതാകരുത്. അവിടെ നല്ലപോലെ ഹൃദയം തുറന്ന് പങ്കുവെക്കണം. അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മ, കുടുംബങ്ങൾ നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്. സ്നേഹത്തിൽ, ഐക്യത്തിൽ, പ്രാർത്ഥനയുള്ള, നവീകരണത്തിലൊക്കെ വന്ന കുടുംബങ്ങൾ. ഒത്തിരി കുടുംബങ്ങളുള്ള കുടുംബ യൂണിറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 4 5 കുടുംബങ്ങൾ, അത് 2 കുടുംബമായാലും മതി. ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി സ്നേഹിക്കുന്ന, കർത്താവിനെ നടുക്ക് കൊണ്ടുവന്ന് മധ്യത്തിൽ കൊണ്ടുവന്ന് അവിടുത്തെ ആരാധിക്കുന്ന ചെറിയ കൂട്ടം. അതുപോലെ യുവതികൾ തമ്മിൽ, യുവതികൾ അല്ലെങ്കിൽ യുവാക്കൾ പുരുഷന്മാരും ഒന്നിച്ചു വന്നേക്കാറാം. അല്ലെങ്കിൽ പുരുഷന്മാരെ ഒറ്റയ്ക്ക്, യുവതികൾ ഒറ്റയ്ക്ക്, യുവാക്കന്മാർ ഒന്നിച്ച്, ഒറ്റയ്ക്ക്. എങ്ങനെയാലും യുവാക്കളുടെ ഗ്രൂപ്പുകൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. വലിയ ഗ്രൂപ്പായത് ഞാൻ കൃത്യം നമ്പറൊന്നും പറയുന്നത് 7 9 11 ഒക്കെ. വലിയ ഗ്രൂപ്പാകുമ്പോൾ എന്ന് ചോദിച്ചാൽ ആ രഹസ്യാത്മക, അതായത് ഹൃദയം തുറക്കുന്ന മനോഭാവം പോകും. പേടിയാ പരസ്പരം. മാത്രമല്ല, കൂടുതൽ ഈശോയെ അടുക്കുന്ന പോലെ നിങ്ങളും പരസ്പരം അടുക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. സ്നേഹമാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശം. നമ്മൾ 1 കൊറിന്തോസ് 13 വായിക്കുന്ന പോലെ എല്ലാത്തിലും ഉത്കൃഷ്ടമായിട്ടുള്ള, ഏറ്റവും വലുതായിട്ടുള്ള സ്നേഹമാണ്. നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വചനശുശ്രൂഷ എല്ലാം ഉണ്ട്. എല്ലാറ്റിനും വരെയായി സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ. അത് കുമാരന്മാരായിരിക്കാം, അതുപോലെ കുട്ടികളായിരിക്കാം. ഏതാനും കുട്ടികളൊന്നിച്ച് 9 12 ശിഷ്യന്മാരെ പോലെ 7 കുരാശ 7, അത് 24 കുട്ടികൾ. ഹല്ലേലൂയ. വലിയ ആയില്ല. അവിടെ വൈദികരുടെ കൂട്ടായ്മ, കന്യാസിയുടെ കൂട്ടായ്മ, അവിവാഹിതരുടെ, ഏകസ്ഥരായി കഴിയുന്നവരുടെ, ചിലരൊക്കെ സമർപ്പണം നടത്തിയവരായിരിക്കാം. ഇല്ലെങ്കിൽ ഞാൻ ക്ഷണിക്കുന്നു,
അതെ, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് എഴുതു, ഞാൻ നിങ്ങളെ സഹായിക്കാം സമർപ്പിതരായി കഴിയാനായിട്ട്. അതുകൊണ്ട് ഞാൻ മടത്തി ചേരാനില്ല. ഞാൻ ഒരു മനഃസ്ഥാപകനായതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചേക്കാം. അവിടെ ചേരുകയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ കന്യാസിയാകും. അപ്പോൾ അല്ലാത്തവർ, ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ ഒന്നിച്ചു കൂടുക. അത് ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചു കൂട്ടുന്ന ഏകസ്ഥയുടെ കൂട്ടായ്മ അല്ല യുവാക്കളുടെ കൂട്ടായ്മ, ക്രിസ്ത്യനി കൂടുന്നു, കാരിസ്മാനി കൂടുന്നു, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്വയമേ ഒന്നിച്ചു കൂടുന്ന കൂട്ടായ്മ. അതുപോലെ സെമിനാരിക്കാർ, വൈദികർ, ബിഷപ്സ് എല്ലാം. ഇത് പറയുന്ന എന്നെ പ്രേരിപ്പിച്ചത്, ഞാൻ ഈ അടുത്ത നാളുകളിൽ നടന്നപ്പോൾ പലയിടത്തും എനിക്ക് ഞങ്ങളുടെ ഗ്രൂപ്പുകൾ കാണാൻ കഴിഞ്ഞു. ഒത്തിരി തീവ്രമായി പ്രാർത്ഥിച്ച് ഇങ്ങേറ്റം മണലിൽ മുട്ടേനിന്നുകൊണ്ട് ചെല്ലുന്ന, ആഴ്ച 3 ദിവസം ഉപവസിച്ച് പാകം കൊടുക്കുന്ന, വളരെ ലളിതമായ ജീവിതം കഴിക്കുന്ന വൈദികരുടെ കൂട്ടായ്മ ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളിയിൽ, അതുപോലെ തൃശ്ശൂരിൽ, ഇരിങ്ങാലക്കുട ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവരെന്നെ വന്ന് കണ്ടതും ഞാൻ അവിടെ ഇവിടെ വെച്ച് കണ്ടതും എല്ലാം വെച്ചുകൊണ്ട് പറയുന്നു. അവർ സെമിനാരിക്കാരെയും അപ്രകാരം നല്ല തീയുള്ള കത്തി ജ്വലിക്കുന്നവരെ അവർ പ്രതീക്ഷിക്കുന്നതാന്ന് ചോദിച്ചാൽ ഈശോയുടെ വചനം കണിശമായിട്ടും സംഭവിക്കും. തനിക്കുള്ളവരെ തിരഞ്ഞെടുത്ത് അവരാണ് ദൈവരാജ്യമായി തീരുന്നത്. ഈ വലിയ എണ്ണമൊക്കെ അങ്ങ് പോകും. ഈ വലിയ എണ്ണം പെരുന്നാളും പ്രകടനവും പുറമേയുള്ളതെല്ലാം അങ്ങ് പോകും. അയാളെ പേർക്കത് ബോധ്യമായി എന്ന് പറഞ്ഞാൽ ആ മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘടന എന്ന് പറയുന്നത്, ഞാനീ പറയുന്നതിന് സംഘടനാ രൂപമില്ല, അല്ലെങ്കിൽ മതമൊന്നുമില്ല. സത്യത്തിലും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ചെറു സമൂഹങ്ങൾ. നിങ്ങൾ വൈദികനായിട്ട് തന്നെ തുടരണം. വൈദിക ജീവിതം വിടാനല്ല ഞാൻ ഈ പറയുന്നത്. കന്യാശിപുരം വിടാനുമില്ല, കന്യാസിയായിക്കൊണ്ട് തന്നെ, വൈദികനായിക്കൊണ്ട് തന്നെ, മെത്രാനായിക്കൊണ്ട് തന്നെ. കാരണം ഒത്തിരി ഭിന്നതകളൊക്കെ മാറിക്കിട്ടും അങ്ങനെ ആകുമ്പോൾ. ഇനി ഭിന്നത എല്ലായിടത്തുമല്ലേ. അപ്പോൾ ഭിന്നതയില്ലാത്ത സ്നേഹിക്കുന്ന ചെറിയ ഗ്രൂപ്പുകൾ, അവരെ ഈശോത്തി അനുഗ്രഹിക്കും. അവരിലൂടെയാണ് വരാൻ പോകുന്ന സഭ എന്ന് ഞാൻ മുൻകൂട്ടി പ്രവചിക്കുകയാണ്. ഈ സഭ ഇപ്പോൾ പോകുന്നത് നിലനിൽക്കില്ല. ഈ സഭ ഇപ്പോൾ കാണുന്നത് ഈശോയുടേതല്ല, ഏറെ മനുഷ്യനുണ്ടാക്കിയതാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ഈ വഴക്കും വയ്യാവേലിയെല്ലാം. യേശുവിൻ്റെ സഭ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദിമ സഭ ഒന്നിച്ചു ചേരുന്നു, പ്രാർത്ഥിക്കുന്നു, അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു, പാവങ്ങളെ സഹായിക്കുന്നു, ആ ഗ്രൂപ്പിൽ തന്നെ പരസ്പരം സഹായിക്കുന്നു, പുറമെയുള്ളവരെയും സഹായിക്കുന്നു. പഠനങ്ങൾ, ബൈബിള്, അപ്പസ്തോലന്മാരുടെ പഠനങ്ങൾ ഒക്കെ എന്നിട്ട് അവർ സന്തോഷത്തോടെ ഒന്നിച്ചു കൂടുമായിരുന്നുവെന്ന് നമുക്കറിയാം. 1, 2, 3 അധ്യായങ്ങൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അപ്പസ്തോലിക പാരമ്പര്യത്തിലേക്ക് പോകണം. ഇപ്പം ഇത് അപ്പസ്തോലികം എന്ന് പറഞ്ഞ പാരമ്പര്യം അപ്പസ്തോലികമൊന്നും അല്ല, ഏതോ മനുഷ്യൻ പടച്ചു കൂട്ടുക. ഞാൻ പച്ചക്കേ പറയാം മക്കളെ. അപ്പോൾ ആഴമായിട്ട് ബൈബിളിൽ കാണാൻ സാധിക്കും ഈ കൂട്ടായ്മ. ഉദാഹരണം, ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ചെറിയ സെൽ 3 പേര് നമുക്കറിയാം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 3 പേരെയും കൊണ്ടുപോയി ആ ഹൃദയം തുറക്കുന്ന ഇങ്ങേറ്റം ആ താബോറിപ്പ് രൂപാന്തരീകരണം, അതുപോലെ ഗത്സമനി വെച്ച് പ്രാർത്ഥിച്ചപ്പം കൂടെ ഇരുത്തൽ ഈ 3 പേര്, അതാ സെൽ. പിന്നെ അത് 12 പേരും അവരും ഈശോയോട് ചേർന്ന് ശിഷ്യർ. അപ്പോൾ ഈ ശിഷ്യരുടെ കൂട്ടായ്മ അത് ഞാൻ ഉദ്ദേശിച്ചത്. 12 കൂടാതിരിക്കുക നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആ 12 കൃത്യം കൊണ്ട് ഒപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ചെറിയത് ഇത് ഈശോ തന്നിരിക്കുന്ന മോഡലാണ്. അതേസമയം ഈശോയോട് വലിയ ക്രൗഡ്, ജനക്കൂട്ടം ഉണ്ടായത് നമുക്കറിയാം. ആ അപ്പോൾ ഒക്കെ വർദ്ധിച്ചപ്പോൾ 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല പ്രഘോഷണം. ഞാൻ നടത്തുന്ന അങ്ങനെ യൂറോപ്പിലൊക്കെ പോകും. 1,000, 5,000, 10,000 ഒക്കെ വരും. അത് വലിയ കടൽ പോലെ. അത് ആവശ്യമാണ്. കർത്താവിനെ പ്രഘോഷിക്കുക, കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കുക. എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല. അതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് ഊർജം, ശക്തി, ആത്മാവിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ ആത്മാവിൽ ഒന്നിച്ച ചെറിയ ചെറിയ സെല്ലുകൾ അത് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. വരും കാലങ്ങളിൽ അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒരു നവീകരണം വരുന്നത് അതിലൂടെയാണ്.
എനിക്കറിയാം, ഞാൻ ഈ ഇപ്പം ഷെക്കിനായിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഒന്നും നന്നാവാൻ പോകുന്നില്ല. എല്ലാവരും മനസ്സന്തരപ്പെടാനും പോകുന്നില്ല. കുറേ പേരെ സ്പർശിക്കുന്നുണ്ട്. ഞാൻ അവരെയാണ് മനസ്സിൽ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മറ്റവരൊക്കെ മഞ്ഞാക്കളച്ചിൻ്റെ പ്രസംഗം നല്ലതായിരുന്നു, അല്ലെങ്കിൽ ചീത്തയായിരുന്നു കമൻ്റ് അടിച്ച് വെച്ച് പോവും. അച്ഛൻ നല്ല സ്വരമായിരുന്നു പറഞ്ഞിട്ട് പോകുന്നവർ ഈ പുറമേ ഉള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ആഴമായിട്ട് എനിക്കറിയാം, മനസ്സാന്തരപ്പെട്ടവർ എനിക്കറിയാം. അവർ പലരും ഞാനുമായിട്ട് ബന്ധമുണ്ട്, എഴുതുന്നുമുണ്ട്. ഷെക്കിനാധ്യാനം കൂടിയുള്ള ഒത്തിരി പേര് എൻ്റെ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ അയക്കുന്നവർ അല്ലെങ്കിൽ വാട്സാപ്പ് അയക്കുന്നവർ, അപ്പോൾ ഇവരെല്ലാം ഞാൻ ഉദ്ദേശിച്ചാണ് ഇനി നമുക്ക് ആത്മാവിൽ നിന്ന് വളരണം. അതിന് ആത്മാർത്ഥമായ പരിശ്രമം വേണം. സത്യസന്ധത നമുക്കുണ്ടായിരിക്കണം, തുറവിയുണ്ടായിരിക്കണം, പരാതിപ്പെടൽ നിർത്തണം. നമ്മൾ തമ്മിലൊരു സ്നേഹം, പുറമെയുള്ളവരെയും ആ സ്നേഹത്തിലേക്ക് പതുക്കെ കൊണ്ടുവരിക. അങ്ങനെയാണ് 5000 3000 ഒക്കെ സഭയിൽ ചേർന്നത്. ചെറിയ ഗ്രൂപ്പുകൾ കണ്ടുകൊണ്ട് അവരുടെ ജീവിതം ഒരു വലിയ മാതൃകയായിരുന്നു. അശ്വിൻ നമുക്കറിയാം, നമ്മുടെ ഒരു ഇടവക മാതൃകയല്ല, രൂപത മാതൃകയല്ല. അപ്പോൾ നമ്മൾ വ്യക്തികൾ തന്നെ, അച്ഛന്മാർ മാതൃകയല്ല, വിവാഹിതർ മാതൃകയല്ല, കന്യാസ്ത്രീകൾ മാതൃകയല്ല. അപ്പോൾ ഇതിലേക്ക് തിരിച്ചു വേണം, മാതൃകാപരമായ മറ്റുള്ള രാഷ്ട്രസാക്ഷികൾ. മാതൃക നൽകുന്നതിലാണ് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നതും കൂടുതൽ സുവിശേഷീകരണം നടക്കുന്നതും. ഞാൻ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കർത്താവ്, ആരെല്ലാം ഈ ചെറിയ വീഡിയോ കേട്ടുവോ, കർത്താവരെല്ലാവരും അനുഗ്രഹിക്കൂ. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ പങ്കുവച്ചതാണ്. സഭയുടെ ഇന്നത്തെ പോക്ക് ലോകത്തിന് അനുസരിച്ച്, രാഷ്ട്രീയത്തിന് അനുസരിച്ച്, സമൂഹത്തിലെ തിന്മകൾ പോലും ഒപ്പിയെടുത്തുള്ള പോക്ക്, തിന്മയോട് ചിലപ്പം യേശു പറഞ്ഞുകൊണ്ട് പോക്കുകയാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ലോകത്തിൽ ആണെങ്കിലും ലോകത്തിൻ്റെ അല്ലാതെ ഉള്ള ഒരു സഭയെ കാണുന്നില്ല. ലൗകികമായവൻ നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അതിനുപരിയായി ഇവയെല്ലാം ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെ അല്ലാതെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ അന്വേഷിക്കുന്ന, യേശുവിനോട് തോന്നിച്ചേരുന്ന ചെറു സമൂഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വൈദികരോ കന്യാസികളോ മെത്രാന്മാരോ വിവാഹിതരോ അവിവാഹിതരോ കുമാരന്മാരോ യുവാക്കളോ ആരെല്ലാം ആകട്ടെ, ഒരു വശങ്ങളിൽ ഭാര്യയോ ഭർത്താവ് ഉപേക്ഷിച്ച ഡിവോഴ്സീസായിരിക്കാം, അവരും രക്ഷ പ്രാപിക്കണം. കഥാവെ, അങ്ങനെ സെല്ലുകൾ, ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാകട്ടെ. ഹൃദയപൂർവ്വമായി സ്വീകരിക്കുന്നവരെ അപ്രകാരമുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ അനുവദിക്കണമേ. അതുപോലെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, അത് 2 3 കുടുംബങ്ങൾ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുന്ന കഥാല് ഓരോ കുടുംബത്തും മാറി മാറി ഒന്നിച്ചെന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ച് ആഹാരം കഴിച്ച് അങ്ങനെ യഥാർത്ഥ നസ്ത്രത്തിലെ കുടുംബം പോലെ ആയിത്തീരുവാൻ കൃപ കൊടുക്കൂ. എന്നെ കേൾക്കുന്നവരെല്ലാവരെയും അങ്ങനെ തിരുമാരുളത്തിൽ മാരാവിൻ്റെ വിമലഹരയത്തോടെ അർപ്പിച്ച് ഞാനിപ്പോൾ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.